നമസ്കാരം. മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശത്തിൽ നിന്ന് നിപതിക്കുന്ന ഓരോ വർഷബിന്ദുക്കളും കൂടിച്ചേർന്ന് കൊച്ചു കൊച്ചു നീരുറവകളായി, കൊച്ചു കൊച്ചു നിർജ്ജരികളായി, നിർജ്ജരികൾ കൂടിച്ചേർന്ന് നദികളായി, നദികൾ കൂടിച്ചേർന്ന് മഹാനദികളായി പ്രവഹിച്ച് ഒടുവിൽ ഒരു മഹാസമുദ്രമായി അലതല്ലുന്നത് പോലെ മഹാഭാരതമെന്ന ഇതിഹാസം വിവിധ തരത്തിലുള്ളതായ കാവ്യാസ്വാദനത്തിൻ്റെ തിരമാലകൾ ഉതിർത്തുകൊണ്ട് ഒരു മഹാകാവ്യ സമുദ്രമായി നമുക്ക് മുൻപിൽ പരന്നു കിടക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ മുത്തും പവിഴവും എല്ലാം അതിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. വ്യാസൻ എന്ന ധിഷണാശാലിയായ മഹാഋഷിയുടെ ഹൃദയത്തിലൂടെ ഉണർന്നൊഴുകിയ മഹാഭാരത കഥ അതാണ് നമ്മൾ കേൾക്കുന്നത്. ഇത്രയും ബൃഹത്തായ ആ ഇതിഹാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വ്യാസൻ തന്നെ അതിന് പീഠികയായി നമുക്ക് പറഞ്ഞു തന്ന, ശിഷ്യന്മാരിലൂടെ പകർന്നുകൊടുത്ത, വാമൊഴിയായി പകർന്നുകൊടുത്ത, സാക്ഷാൽ വിഘ്നേശ്വരനാൽ എഴുതി എന്ന കഥയോടുകൂടിയ ആ മഹാഭാരതം വാക്കിൻ്റെയും കാവ്യങ്ങളുടെയും നാട്യശാസ്ത്രാദികളുടെയും ലിപികളുടെയും ഒക്കെ ആവിർഭാവത്തെ സൂചിപ്പിക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ട് അനുക്രമണികാ പർവം, പർവാനുപർവ സംഗ്രഹം എന്നിങ്ങനെയുള്ള ആദിപർവത്തിലെ രണ്ട് ഉപപർവങ്ങൾ, അതിലെ ആദ്യത്തെ ഉപപർവമായ അനുക്രമണികാ പർവത്തിൽ നമ്മൾ ധൃതരാഷ്ട്ര സഞ്ജയ സംവാദ രൂപത്തിൽ മഹാഭാരത യുദ്ധത്തിൽ നഷ്ടപ്പെട്ടുപോയ മക്കളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ധൃതരാഷ്ട്രരുടെ ആ സ്മരണകളിലൂടെ ഇതിലെ ഇതിവൃത്തം മുഴുവൻ ചുരുക്കി നമുക്ക് വ്യാസൻ പറഞ്ഞു തരികയാണ് ചെയ്തത്. അതിനുശേഷം പർവാനുപർവ സംഗ്രഹമാണ് പറയുന്നത്. പേര് പോലെ തന്നെ മഹാഭാരതത്തിലെ 18 പർവങ്ങൾ, ഓരോ പർവങ്ങളിലും ഉപപർവങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെയുള്ള ഓരോ പർവ്വത്തിലും വന്നു ചേരുന്ന ഉപപർവങ്ങൾ ഏതൊക്കെ, ആ ഉപപർവങ്ങളിലെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെ എന്ന് ചുരുക്കി വിവരിക്കുന്നതിന് വേണ്ടി ഒരു പർവം തന്നെ മഹാഭാരതത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു വ്യാസൻ. അതാണ് പർവാനുപർവ സംഗ്രഹം. നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഇതാണ്. യഥാർത്ഥത്തിൽ ഈ പർവാനുപർവ സംഗ്രഹം വായിക്കുമ്പോൾ മഹാഭാരതത്തിൽ ആകമാനം പറഞ്ഞിരിക്കുന്ന കഥകളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം ആ കഥകൾ എങ്ങനെയൊക്കെ ആരംഭിച്ചു, എവിടെയൊക്കെ വെച്ച് മറ്റ് കഥകളുമായി ഇഴുകിച്ചേർന്നു, ഇങ്ങനെ കഥയുടെ ഓരോരോ ശാഖകളും വേർപിരിയുന്നതും കൂടിച്ചേരുന്നതും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ കഥകളുടെ ആ പ്രവാഹ രീതികളെ മനസ്സിലാക്കി തരുന്നതാണ് പർവാനുപർവ സംഗ്രഹം. ഒരു കഥ അത് മഹാഭാരതത്തിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ധരിക്കുന്നത് ചിലപ്പോൾ ആധുനികമായ എന്തെങ്കിലും സാമൂഹികമായ വിഷയത്തിൻ്റെ കാര്യഗൗരവത്തെ ബോധിപ്പിക്കാനോ നിരർത്ഥകതയെ ബോധിപ്പിക്കാനോ ഒക്കെ ആവാം, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയാവാം. എന്തിനു വേണ്ടിയാണെങ്കിലും ഇതിഹാസമാകുന്ന മഹാഭാരതത്തിലെ ഒരു കഥ ഉദ്ധരിക്കുമ്പോൾ, ഒരു കഥ മാത്രം എടുത്ത് ഉദ്ധരിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ആ വിഷയവുമായി ആ കഥയ്ക്ക് ബന്ധമുണ്ടാവാം. ചിലപ്പോൾ ബന്ധം പറയുന്ന ആളുടെ യുക്തിബോധത്തിനനുസരിച്ച് വരുത്തി തീർക്കുന്നതുമാവാം. ഏത് രീതിയിലും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് വ്യാസൻ മഹാഭാരതത്തിലെ കഥകളെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. വ്യാസൻ പറഞ്ഞ കഥകളെ ശിഷ്യന്മാർ പറഞ്ഞുകൊടുത്ത് ആ ശിഷ്യപ്രശിഷ്യ പരമ്പരകളിലൂടെ നൈമിശാരണ്യത്തിൽ വെച്ച് സൂതശൗനക സംവാദ രൂപത്തിൽ പറയുന്ന ആ ഭാവത്തിലാണ് ഇതിഹാസം എന്ന ഗ്രന്ഥം രൂപപ്പെട്ടത് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അല്ലാതെ വ്യാസൻ നേരിട്ട് എഴുതിയ മഹാഭാരത ഗ്രന്ഥമല്ല നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതം എന്നതായ ആ ഗ്രന്ഥമായി പരിണമിക്കുന്നതിന് മുമ്പ് അതിന് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിലെ പല കഥകളും ചിലപ്പോൾ തലമുറകളിലൂടെ കൈമാറി വന്നപ്പോൾ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ടാവാം. പറഞ്ഞ സന്ദർഭങ്ങൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവാം. കാരണം പുരാണങ്ങളും ഇതിഹാസവും ഒരിക്കലും രചിക്കപ്പെട്ട ലിപി രൂപത്തിൽ നമുക്ക് ആ ഗ്രന്ഥകാരൻ നേരിട്ട് രചിച്ച ലിപി രൂപത്തിലല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് തലമുറകളിലൂടെ ശിഷ്യപ്രശിഷ്യ പരമ്പരകളിലൂടെ പ്രവഹിച്ച്
നൈമിശാരണ്യം എന്ന് പറയുന്ന പുണ്യതീർത്ഥഘട്ടത്തിൽ വെച്ച് കലികാലത്തിന്റെ ആരംഭത്തിൽ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിന്റെ ആരംഭത്തിൽ ഋഷീശ്വരന്മാരുടെ സദസ്സിൽ വെച്ച് വ്യാസശിഷ്യ പരമ്പരയിൽപ്പെട്ടവനായ ഉഗ്രശ്രവസ് എന്ന ആ സൂതൻ പ്രഭാഷണ രൂപത്തിൽ പറയുന്ന രീതിയിലാണ് നമുക്ക് ആ ഗ്രന്ഥഭാവം ലഭിച്ചിരിക്കുന്നത്. എന്തിനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും മഹാഭാരതത്തിലെ കഥയാണിത്, മഹാഭാരതത്തിലെ വാക്യമാണിത് എന്നൊക്കെ നമ്മൾ പലതും ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ മഹാഭാരതത്തിൽ ആ കഥ എന്തിനു പറഞ്ഞു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. വ്യാഖ്യാതാക്കൾ അത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുമില്ല. ഒരു ആപ്പദവാക്യം മഹാഭാരതത്തിൽ നിന്ന് എടുക്കുമ്പോൾ ആ ആപ്പദവാക്യം ബലം ബലവതാം ധർമ്മം എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബലമുള്ളവൻ ചെയ്യുന്നതെന്തോ അതാണ് ധർമ്മം എന്ന് മഹാഭാരതത്തിലെ ഉക്തിയാണ് എന്ന് പറഞ്ഞ് ബലത്തെ നമ്മൾ ന്യായീകരിക്കുമ്പോൾ, ബലം ബലവതാം ധർമ്മം, ബലമാണ് ബലമുള്ളവർക്ക് ധർമ്മം എന്ന് പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയെടുക്കണം. ആ സന്ദർഭത്തിൽ ഒരു പക്ഷേ വ്യാസൻ ഏതെങ്കിലും കഥാപാത്രം ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി ആ കഥാപാത്രമോ ആ കഥാപാത്രത്തോട് കൂറുള്ള മറ്റേതെങ്കിലും കഥാപാത്രമോ പറഞ്ഞ രീതിയിലായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. ദ്രൗപദി വസ്ത്രാക്ഷേപം നടന്ന കുരുസദസ്സിൽ വെച്ച് ഭീഷ്മാചാര്യർ ഉദ്ധരിക്കുന്നതാണ് ബലം ബലവതാം ധർമ്മം. ദുര്യോധനാദികൾക്ക് അപ്പോൾ ബലമുണ്ട്. ആ ബലമുള്ളവരായിരിക്കുന്ന ദുര്യോധനാദികൾ തങ്ങളുടെ അധികാരവും ബലവും ഉപയോഗിച്ച് പാണ്ഡവരെ ഇത്തരത്തിൽ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ അതിലെ ധർമ്മചിന്തയിലേക്ക് ആ ഗുരുകാരണവന്മാരെ ക്ഷണിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഭീഷ്മർ പറയുന്നതാണ് ബലം ബലവതാം ധർമ്മം എന്ന്. ആ പറഞ്ഞതിൽ ഈ ബലത്തെ ധർമ്മമായി കാണുന്നവരോടുള്ളതായ ഒരു അവജ്ഞ കൂടി ഭീഷ്മരുടെ ആന്തരികമായിരിക്കുന്ന മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കഥാസന്ദർഭം വ്യക്തമായി നമ്മൾ ഉൾക്കൊള്ളണം. എന്ന് പറയുന്നത് പോലെ മഹാഭാരതത്തിലെ അനവധി കഥകൾ, അത് ഒരു സംവാദത്തിനുള്ളിൽ മറ്റൊരു സംവാദം ആരംഭിക്കുന്നുണ്ടെങ്കിൽ ആ സംവാദം അവിടെ ആരംഭിക്കാൻ ഒരു കാരണമുണ്ടായിരിക്കും. ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കഥയുടെ ഇടയിൽ വെച്ച് മറ്റൊരു കഥ അവിടേക്ക് ഒരു നദിയിലേക്ക് മറ്റൊരു നദി പ്രവഹിച്ച് ചേരുന്നത് പോലെ ചേരുന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണമുണ്ടായിരിക്കും. അപ്പോൾ ഈ കാരണങ്ങളെ ചിന്തിച്ചുകൊണ്ട് മഹാഭാരതത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ വായന ആസ്വാദ്യകരമായി തീരുക. അല്ലാത്തിടത്തോളം അത് നമുക്ക് പലപ്പോഴും വിരസമായിരിക്കും. അല്ലെങ്കിൽ ഒരു റഫറൻസ് ടെക്സ്റ്റ് അപഗ്രഥിച്ച് പഠിക്കുന്നത് പോലെയുള്ള പാഠങ്ങൾ മാത്രമായി തീരും മഹാഭാരതം. ഞാൻ പറയുന്നത് മഹാഭാരതത്തിന്റെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ആസ്വാദന രീതിയാണ്. ആ ആസ്വാദനത്തിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം മുൻവിധികളെല്ലാം നമ്മൾ മാറ്റണം. ഒരു മുൻവിധികളോടെയും നമുക്ക് മഹാഭാരതം എന്ന ഇതിഹാസത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയും നിങ്ങൾ മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ മഹാഭാരതം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ കഥകളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ വിസ്മയാവഹമായിരിക്കുന്ന പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ അനവധി തരത്തിലുള്ളതായ ചോദ്യശരങ്ങളെ സൃഷ്ടിക്കുന്നു. ആ ചോദ്യശരങ്ങൾ നമ്മൾ ആ സമയത്ത് തൊടുത്തു വിടുമ്പോൾ നമ്മുടെ ബുദ്ധി അത് ശേഖരിച്ചു വെക്കുകയും തുടർന്നുള്ളതായ വായനയിൽ നമ്മൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി വ്യാസൻ തന്നെ കഥകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഉത്തരം പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നു. ആ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ഒരു ആഹ്ലാദമുണ്ട്. ആ ആഹ്ലാദമാണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിന്റെ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ഒരു ആസ്വാദന ശൈലി. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളെല്ലാം അവസാനിക്കുന്നിടത്താണ് മഹാഭാരതവും അവസാനിക്കുക. മഹാഭാരതം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനവധി ചോദ്യശരങ്ങൾ ഉണരുകയും നമ്മുടെ ബുദ്ധിയിൽ ആ ചോദ്യങ്ങൾ മറ്റു ചോദ്യങ്ങളുമായി ഏറ്റുമുട്ടുകയും ഉത്തരങ്ങളും ചോദ്യങ്ങളും തമ്മിലുള്ളതായ ആ മഹായുദ്ധം ആരംഭിക്കുകയും ഹൃദയത്തിലെ ആ യുദ്ധത്തിന്റെ ഒടുവിൽ ശാന്തിപർവവും കഴിഞ്ഞ് മറ്റ് പർവങ്ങളെല്ലാം അവസാനിച്ച് ഏറ്റവും ഒടുവിൽ മഹാപ്രാസ്ഥാനിക പർവം
പാണ്ഡവരൊക്കെ സ്വർഗാരോഹണം ചെയ്യുന്നതായ ആ സന്ദർഭത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലുള്ളതായ എല്ലാ ചോദ്യങ്ങളും അലിഞ്ഞ് ശാന്തതയിലേക്ക് എത്തിച്ചേരുന്നു. ആ ശാന്തരസത്തിലേക്കുള്ളതായ പ്രയാണമാണ് മഹാഭാരത കഥാസ്വാദനം. അപ്പോൾ അനുക്രമണികാ പർവം നമ്മൾ ഇതുവരെ കേട്ടു. ഇനി പർവാനുപർവ സംഗ്രഹം എന്നതായ അധ്യായത്തിൽ ഓരോ പർവങ്ങളെയും എങ്ങനെയാണ് സംക്ഷേപിച്ച് അതിന്റെ കഥയെ പറഞ്ഞിരിക്കുന്നത്, അതിനെ ഞാൻ ഒന്നുകൂടി സംക്ഷേപിച്ച് ലളിതമായി പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 18 പർവങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. 18 പർവങ്ങളുടെ പേരുകൾ: ആദിപർവം, സഭാപർവം, ആരണ്യപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, ആശ്വമേധികപർവം, ആശ്രമവാസപർവം, മൗസലപർവം, മഹാപ്രാസ്ഥാനികപർവം, സ്വർഗാരോഹണപർവം, ഹരിവംശപർവം. അതിൽ ഹരിവംശപർവം ഈ മഹാഭാരതത്തിന്റെ ആ ശ്രവണത്തിന് ശേഷം കൃഷ്ണകഥകളോട് കൂടുതൽ ആവേശം തോന്നിയ സഹൃദയരെ വേണ്ടതുപോലെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വ്യാസൻ തന്നെ രചിച്ചതാണ് എന്ന് പറയുന്നു മഹാഭാരതത്തിൽ. അപ്പോൾ ആ ഹരിവംശം പേര് പോലെ തന്നെ ഹരിയുടെ കഥകളാണ്. ശ്രീകൃഷ്ണന്റെ വംശപരമ്പരയുടെ മഹത്തരമായ ചരിത്രം, ദ്വാപരയുഗത്തിലെ ഏറ്റവും മഹത്തരമായ ആ മനുഷ്യാവതാരത്തിന്റെ 120 വർഷത്തെ ആയുസ്സിനുള്ളിൽ അദ്ദേഹം ചെയ്തതായ ആ ഉദാത്തമായ കർമ്മങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആ വംശത്തിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ വർണ്ണിച്ചു തരികയാണ് ഹരിവംശത്തിലൂടെ ചെയ്യുന്നത്. അതിനു മുമ്പ് വരെയുള്ള പർവ്വങ്ങൾ 18 എണ്ണമാണ്. ഈ പർവ്വങ്ങളുടെ പേര് ആ പർവ്വത്തിലെ കഥാഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. ആദിപർവം എന്നതുകൊണ്ട് ആദ്യത്തെ പർവ്വം, കഥ ആരംഭിക്കുന്നത് എങ്ങനെ, ആ കഥയിലേക്കുള്ളതായ പ്രവേശം, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആ ആദിപർവത്തിൽ ഈ പാണ്ഡവരുടെ ജനനവും അവർ ഇന്ദ്രപ്രസ്ഥ എന്നതായ മഹാനഗരം പണിയാൻ വേണ്ടി ഖാണ്ഡവവനം ദഹിപ്പിക്കുന്നത് വരെയുള്ള കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ആദിപർവം ആരംഭിക്കുന്നത് അനുക്രമണികാ പർവം. ആദിപർവത്തിലെ ആദ്യത്തെ പർവം നമ്മൾ കേട്ടു, അനുക്രമണികാ പർവം. ധൃതരാഷ്ട്ര സഞ്ജയ സംവാദ രൂപത്തിൽ മഹാഭാരത യുദ്ധത്തിൽ നടന്നതായ ഓരോ സംഭവങ്ങളെയും ധൃതരാഷ്ട്രരെ ഓർത്തോർത്ത് വിലപിക്കുന്നതായ ചരിത്രങ്ങളിലൂടെ മുഴുവൻ മഹാഭാരതത്തിലെ പ്രധാന കഥാതന്തുവിനെ നമുക്ക് പകർന്നു തന്നു. അതിനുശേഷമാണ് പർവ്വസംഗ്രഹം, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ 18 പർവ്വങ്ങളുടെയും ഉള്ളിലുള്ളതായ കഥാരൂപത്തിന്റെ സാരം. ഈ പർവ്വസംഗ്രഹത്തിന് ശേഷം പറയുന്നത് പൗഷ പർവ്വമാണ്. പൗഷം എന്നതായ വാക്കുകൊണ്ട് പൗഷ്യൻ എന്ന് പേരുള്ളതായ ഒരു രാജാവ്, ആ രാജാവിന്റെ കഥയാണ് പൗഷ്യപർവ്വത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആദിപർവത്തിലെ ഉപപർവങ്ങളാണ് ഇവയൊക്കെ. അതിനുശേഷം പൗലോമ പർവം, പൗലോമ വംശത്തിന്റെ ചരിത്രം, അതിലാണ് അഗ്നിയുടെ ആവിർഭാവത്തിന്റെ കഥ, അഗ്നിയുടെ വിവിധ രൂപങ്ങളുടെ ചരിത്രങ്ങൾ, ഇതൊക്കെ പറയും. പിന്നീട് ആസ്തീകൻ എന്നതായ മഹർഷിയുടെ കഥ പറയുന്ന പർവമാണ് ആസ്തീക പർവം. അത് വളരെ പ്രധാനമാണ്. കാരണം കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജനമേജയൻ നടത്തിയ സർപ്പസത്രത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം മഹാഭാരതം എന്ന ഇതിഹാസം വ്യാസശിഷ്യനായിരിക്കുന്ന വൈശമ്പായനൻ വ്യാസന്റെ അനുവാദത്തോടുകൂടി സർപ്പസത്രത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദുഃഖിതനായിരിക്കുന്ന ജനമേജയന്റെ ഉള്ളിലേക്ക് തന്റെ വംശത്തിന്റെ മഹിമയെ, ഭാരതീയ സംസ്കൃതിയുടെ സനാതന ധർമ്മത്തിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി വ്യാസൻ തന്നെ ചമച്ചതായ ആ ഇതിഹാസത്തെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മഹാഭാരത കഥയുടെ സംവാദത്തെ വർണ്ണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആസ്തീക പർവ്വത്തിലൂടെ ആസ്തീക ഋഷി ജനമേജയൻ എന്ന് പറയുന്ന രാജർഷിയെ സർപ്പസത്രത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച കഥ പറയുന്നു. അതിനുശേഷം അംശാവതാര കഥയാണ് പറയുന്നത്. ആ അംശാവതാര കഥകള് ഈശ്വരീയമായിരിക്കുന്ന അംശങ്ങളിൽ നിന്നുണ്ടായവരാണ് പാണ്ഡവര്. പാണ്ഡവര് മാത്രമല്ല, കൗരവരും അതെ. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരെ കൂടാതെ മൃഗങ്ങളെക്കാൾ പക്ഷികളെക്കാൾ ഒക്കെ വിവേകവും സിദ്ധികളും ബുദ്ധിപരമായിരിക്കുന്നതായ ഔന്നത്യവും ഒക്കെയുള്ള ജീവവർഗങ്ങൾ വേറെയുമുണ്ട്. ആ ജീവവർഗങ്ങളെ നമ്മൾ ഗന്ധർവന്മാരെ, ദേവന്മാരെ, അപ്സരസ്സുകള്, യക്ഷന്മാരെ, കിന്നരന്മാരെ എന്നൊക്കെ വിളിക്കുന്നു. അത്തരത്തിലുള്ളതായ
മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നതായ ഭാവനകൾ ഉൾക്കൊള്ളുന്നവരായ, കഴിവുകൾ ഉള്ളവരായ ആ ദേവതാ തത്വങ്ങളുടെ അംശങ്ങളായി മനുഷ്യർക്കിടയിൽ അവതരിച്ചവരാണ് പാണ്ഡവരും കൗരവന്മാരും, അതുകൂടാതെ ഭീഷ്മാദികളാകുന്നതായ അനവധി മഹാരഥന്മാരും. അപ്പൊ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ മനുഷ്യരൂപം പൂണ്ട് ഈ സൂക്ഷ്മമായിരിക്കുന്നതായ ലോകങ്ങളിൽ നിന്ന്, ദേവതാ തത്വങ്ങളുടെ അംശങ്ങളിൽ നിന്ന് ആവിർഭവിച്ചവരാണ് എന്ന ചരിത്രങ്ങളെ വിശദമാക്കുന്ന കഥാഭാഗങ്ങൾക്ക് ഈ ആദിപർവത്തിന്റെ ഉപപർവമായ അംശാവതാര പർവം എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഇനിയുള്ളത് സംഭവ പർവമാണ്. ഈ അംശാവതാരങ്ങളായി പാണ്ഡവരും കൗരവരും ജനിക്കുന്ന കഥയാണ് സംഭവ പർവത്തിലെ പ്രതിപാദ്യം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവിക്കുക, വേണ്ടതുപോലെ ഭവിക്കുക, പ്രത്യേകമായ സവിശേഷമായ രീതിയിലുള്ളതായ ജനനങ്ങളെക്കുറിച്ച് പറയുന്നതായ കഥാഭാഗത്തിന് സംഭവ പർവം എന്ന് തന്നെ പേരിട്ടിരിക്കുന്നു. പിന്നീട് പാണ്ഡവരുടെ വളർച്ചയും അവരുടെ ബാല്യകാലവും കൗരവാദികളുമായിട്ടുള്ളതായ ആ ശത്രുതയ്ക്ക് കാരണമായിരിക്കുന്ന സംഭവങ്ങളും ഒക്കെ വിശദീകരിച്ച് അരക്കില്ലത്തിന്റെ കഥ പറയുന്നു. ജാതൂഗ്രഹ പർവം എന്നാണ് ആ പർവത്തിന്റെ പേര്. പിന്നീട് ഹിഡിംബവധ പർവം, കാട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഹിഡിംബൻ എന്ന അസുരനെ വധിച്ചതും ഭീമസേനൻ ഹിഡിംബിയെ വിവാഹം കഴിച്ചതും അതിൽ ഘടോൽക്കജൻ എന്ന പുത്രൻ ജനിച്ചതുമായ കഥാഭാഗങ്ങളെ ഹിഡിംബവധ പർവമായി വ്യാസൻ വർണ്ണിച്ചു തരികയാണ്. ആ സമയത്ത് തന്നെയാണ് ബകൻ എന്ന് പറയുന്ന അസുരനെ വധിച്ചത്. ആ കഥ പറയുന്ന പർവത്തിന് ഭഗവധ പർവം എന്ന് പറയുന്നു. പിന്നെ ചൈത്രരഥപർവം, ഗന്ധർവന്മാരുമായി പാണ്ഡവർക്കുണ്ടായ സഖ്യത്തിന്റെ കഥ പറയുന്നു. സ്വയംവര പർവം, സാക്ഷാത് ദ്രൗപദിയെ പാണ്ഡവര് വിവാഹം കഴിക്കുന്ന കഥ. അർജുനൻ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് ദ്രൗപദിയെ മത്സര പരീക്ഷയിൽ ജയിച്ച് വിവാഹം കഴിക്കുന്നതായ രംഗവും അത് ദ്രൗപദി 5 പേരുടെയും ഭാര്യയായിരിക്കാൻ കാരണമായ കഥയും ഒക്കെ അവിടെ വർണ്ണിക്കുന്നു. പിന്നീട് വിദുരാഗമന പർവം, ഈ ദ്രൗപദിയുടെ വിവാഹ പർവം കഥ പറയുന്നത് വൈവാഹിക പർവം എന്ന ഉപപർവത്തിലാണെങ്കിൽ, പാണ്ഡവരെ കാട്ടിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വിദുരൻ വേണ്ടതുപോലെ സന്ദേശങ്ങൾ അയക്കുകയും അവരെ കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന കഥ പറയുന്നു. അതാണ് വിദുരാഗമന പർവം. പിന്നീട് പാണ്ഡവർക്ക് വിദുരന്റെയും ഭീഷ്മരുടെയും ഒക്കെ നേതൃത്വത്തിൽ കൗരവരിൽ നിന്ന് പാണ്ഡവർക്ക് അവകാശപ്പെട്ടതായ രാജ്യം തിരിച്ചു കൊടുക്കുന്നതായ രാജ്യലാഭ കഥയെ പറഞ്ഞ് അർജുനൻ വനവാസത്തിന് പോയ കഥ അർജുന വനവാസ പർവം, സുഭദ്രാഹരണ പർവം. ആ കാലഘട്ടത്തിലാണ് കൃഷ്ണ സഹോദരിയായ സുഭദ്രയെ ദ്വാരകയിൽ നിന്ന് അർജുനൻ അപഹരിച്ചു കൊണ്ടുവരുന്നത്. ആ ചരിത്രവും ഹരണാഹരണ പർവം, ഖാണ്ഡവദാഹ മയദർശന പർവങ്ങൾ. ഇങ്ങനെയാണ് ആദിപർവത്തിലെ പർവങ്ങൾ. ഖാണ്ഡവദഹനം എന്നതായ കഥയും ഇന്ദ്രപ്രസ്ഥം പണിയുന്നതിന് വേണ്ടി ഖാണ്ഡവനത്തിൽ നിന്ന് രക്ഷ നേടിയതായ മയനോട് ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ ആവശ്യപ്പെടുന്നതും മയൻ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതുമായ കഥ വരെ ആദിപർവത്തിലെ ചരിത്രമായി പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി സഭാപർവം, പേര് പോലെ തന്നെ കൗരവ സഭയിൽ വെച്ചുണ്ടായ ആ കഥയുടെ വളരെ പ്രധാനപ്പെട്ട മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ചതായ അനവധി കാര്യങ്ങൾ ഈ കൗരവ രാജ്യസഭയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് പറയുന്നതായ കഥകൾ സഭാപർവമായി വർണ്ണിച്ചിരിക്കുന്നു. ഈ സഭാപർവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉപപർവങ്ങൾ സഭാക്രിയാപർവം, ലോകപാല സഭാഖ്യാന പർവം, രാജസൂയാരംഭ പർവം, ജരാസന്ധവധ പർവം, ദിഗ്വിജയ രാജസൂയ അർക്കാഭികരണ ശിശുപാലവധ ദ്യൂത അനുദ്യൂത പർവാണി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സഭാപർവത്തില് ഇന്ദ്രപ്രസ്ഥം എന്നതായ സഭ നിർമ്മിക്കുന്നതും മയന്റെ ആ സഭയിലേക്ക് ദുര്യോധനാദികൾ വന്ന് അവർക്ക് മാനഭംഗം ഉണ്ടാവുന്നതും, രാജസൂയ കഥയും രാജസൂയ സഭയിൽ വെച്ച് ശിശുപാലനെ വധിക്കുന്നത്, ജരാസന്ധനെ അതിനു മുമ്പ് വധിക്കുന്നത്, ഇങ്ങനെയുള്ള കഥകളൊക്കെ കൂടിച്ചേർന്ന് പാണ്ഡവരുടെ സർവൈശ്വര്യത്തെ വർണ്ണിച്ച് പിന്നീട് ദുര്യോധന സഭയിൽ വെച്ചുണ്ടായതായ ചൂതുകളിയെ വർണ്ണിക്കുന്നു. ആ ചൂതുകളിൽ രാജ്യം നഷ്ടപ്പെടുന്ന ചരിത്രം വരെ ഈ സഭാപർവത്തിലെ കഥകളായി വർണ്ണിച്ചിരിക്കുന്നു. അതിലെ ഓരോ കഥകളെയും സൂചിപ്പിക്കുന്നതാണ് ഉപപർവങ്ങളുടെ പേരുകളായി കൊടുത്തിരിക്കുന്നത്. കാട്ടിലേക്ക് യാത്രയായ പാണ്ഡവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഓരോരോ ചരിത്രങ്ങളും വിശദീകരിച്ച് പറയുകയാണ് അരണ്യപർവത്തിൽ ചെയ്യുന്നത്. ഈ അരണ്യപർവത്തിന്റെ ഉപപർവങ്ങളുടെ പേര് കേട്ടാൽ തന്നെ ആ കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർത്തു വെക്കാം.
അരണ്യപർവത്തിൽ കിർമീരവധ പർവം, അർജുനാഭിഗമന പർവം, കൈരാത പർവം, ഇന്ദ്രലോകാഭിഗമന പർവം, നളോപാഖ്യാന പർവം, തീർത്ഥയാത്രാ പർവം, ജടാസുരവധ പർവം, യക്ഷയുദ്ധ പർവം, നിവാതകവച യുദ്ധം, അജഗര പർവം, മാർക്കണ്ഡേയ സമസ്യ, ദ്രൗപദീ സത്യഭാമ, ഘോഷയാത്ര, മൃഗസ്വപ്നോദ്ഭവം, വ്രീഹീദ്രൗണിക ദ്രൗപദീകരണം, ജയദ്രഥ വിമോക്ഷ പർവം, രാമോപാഖ്യാനം, പതിവ്രതാമാഹാത്മ്യം, കുണ്ടലാഹരണം, ആരണേയ പർവം. ഇങ്ങനെയാണ് പർവ്വങ്ങളുടെ പേരുകൾ. അപ്പൊ അതിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്, കാട്ടിൽ വെച്ച് ഈ കിർമീരൻ എന്ന് പറയുന്നതായ ഒരുവനെ വധിക്കുന്നു. അർജുനൻ പിന്നീട് തപസ്സിന് പോകുന്നു, കിരാതമൂർത്തിയെ പ്രത്യക്ഷപ്പെടുന്നു, പാശുപതാസ്ത്രം നേടുന്നു. ഈ കഥകളൊക്കെ അവിടെയാണ് വർണ്ണിക്കുന്നത്. ആ സമയത്ത് അർജുനൻ ഇന്ദ്രലോകത്തേക്ക് യാത്രയാവുന്നുണ്ട്. ഇന്ദ്രലോകത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ യുധിഷ്ഠിരാദികൾക്കിടയിലുണ്ടാകുന്നതായ ആ ദുഃഖവും, അപ്പോൾ ഉപകഥയായി വരുന്നതാണ് നളോപാഖ്യാനം, നളദമയന്തി കഥ, നളൻ അനുഭവിച്ചതായ വിഷമഘട്ടങ്ങൾ. ഇതുപോലെ ചൂതുകളിയിലൂടെ തന്നെയാണ് നളനും രാജ്യവും എല്ലാം നഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ളതായ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് ദ്രൗപദി സത്യഭാമ സംഗമവും ഘോഷയാത്രാ പർവം എന്നിങ്ങനെയുള്ള പർവ്വങ്ങളൊക്കെ ഈ അരണ്യപർവത്തിൽ ഉപപർവങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ കഥകളുടെ തുടർച്ചയായി രാമോപാഖ്യാനവും ഇവിടെ മഹാഭാരതത്തിലെ ഈ ഉപപർവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പാണ്ഡവരുടെ അജ്ഞാതവാസ കാലഘട്ടത്തിലെ കഥകളാണ് മഹാഭാരതത്തിലെ 4ാമത്തെ പർവമായ വിരാട പർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിരാട രാജധാനിയിലേക്ക് പാണ്ഡവർ പ്രവേശിക്കുന്നതും സ്വന്തം പേരുകൾ മാറ്റി പുതിയ പേരുകൾ സ്വീകരിച്ച് പുതിയ വേഷങ്ങൾ സ്വീകരിച്ച് അവരവർ ചെയ്യാൻ പോകുന്നതായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരസ്പരം വിശദീകരിക്കുന്നതും, പിന്നീട് പഞ്ചപാണ്ഡവർ, അവരുടെ ധർമ്മപത്നിയായ ദ്രൗപദി, ഇവർ ആ രാജധാനിയിൽ ഒളിച്ചു താമസിക്കുന്ന കാലഘട്ടത്തിൽ അനുഭവിച്ച വ്യഥകളെക്കുറിച്ചുള്ളതായ ചരിത്രങ്ങൾ, കീചകവധം മുതലായവയൊക്കെ ഈ വിരാട പർവത്തിലെ കഥകളാണ്. 5ാമത്തെ പർവമാണ് ഉദ്യോഗപർവം. ഉദ്യോഗപർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹം, ആരംഭം എന്നൊക്കെ നമുക്കതിനെ പറയാം. അത്തരത്തിലുള്ളതായ കഥകൾ തന്നെയാണ് ഈ ഉപപർവങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സേനോദ്യോഗം, സഞ്ജയയാനം, പ്രജാഗരം, സനത്സുജാതം, യാനസന്ധി, ഭഗവത് യാനം, സൈന്യനിര്യാണം, ഉലൂകദൂതാഗമനം, രഥ അതിരഥ സംഖ്യ, അംബോപാഖ്യാന പർവാണി. മഹാഭാരത യുദ്ധത്തിന് തുടക്കം കുറിക്കുന്ന പർവമാണ് ഉദ്യോഗപർവം. അപ്പൊ അതിനുവേണ്ടിയുള്ളതായ ഒരുക്കങ്ങളാണ്. അജ്ഞാതവാസം കഴിഞ്ഞ് തിരിച്ചു വന്നവരായിരിക്കുന്ന പാണ്ഡവർക്ക് ഭൂമി വിട്ടുകൊടുക്കാതെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ദുര്യോധനാദികൾ ചെയ്തത്. അപ്പോൾ ഇരു വിഭാഗങ്ങളും അവരവരുടേതായിരിക്കുന്ന സൈന്യങ്ങളെ ഒരുക്കുന്നതും യുധിഷ്ഠിരൻ തനിക്ക് ചേർന്നവരായിരിക്കുന്ന രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും തന്നോട് ചേർക്കുന്നതുമായ ചരിത്രങ്ങൾ അവിടെ വിശദീകരിക്കുന്നു. ഒപ്പം മഹാഭാരത യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട നായകത്വം വഹിക്കുന്നത് ഇരുകൂട്ടർക്കും സമ്മതനായിരിക്കുന്ന ഭീഷ്മരാണ്. അതുകൊണ്ട് തന്നെ ഭീഷ്മരുടെ ബലം എന്താണെന്നും ഭീഷ്മരുടെ ജീവിതത്തിലുണ്ടായതായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നും സഹൃദയന് മനസ്സിലാക്കി തരുന്ന അംബോപാഖ്യാനാദികളെല്ലാം ഈ പർവത്തിൽ, ഉദ്യോഗപർവത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി 6ാമത്തെ പർവമായ ഭീഷ്മപർവം. ഈ ഭീഷ്മപർവത്തിൽ നമ്മൾ കാണുന്നത് യുദ്ധത്തിന്റെ ആരംഭം. ആ ആരംഭത്തിന് മുമ്പ് കുരുക്ഷേത്ര ഭൂമി എവിടെയാണ് കിടക്കുന്നത്? ഇതിഹാസത്തിൽ ഭൂമി എന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുന്ന അതിരുകൾ, ഇന്ന് നാം കാണുന്ന ഭൂപടത്തിലെ അതിരുകളോടുകൂടിയ ഒരു സ്ഥലമല്ല. ഈ ഭൂമി ആകമാനം യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന്റെ ഇടമാണ്. അങ്ങനെയുള്ള ഈ ഭൂമിയിൽ ഏത് ഇടത്തിൽ വെച്ചാണ് ഈ യുദ്ധം നടന്നത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഭൂമിയുടെ സ്വരൂപം, ഭൂമിയിലെ ദ്വീപുകൾ ഏതൊക്കെ, അതിനിടയിലെ സമുദ്രങ്ങൾ ഏതൊക്കെ, ആ ദ്വീപുകളിലുള്ള പർവ്വതങ്ങൾ എന്തൊക്കെ, നദികൾ ഏതൊക്കെ, ഇതിനെയൊക്കെ വ്യക്തമാക്കി തരുന്നതായ ജംബൂഖണ്ഡ വിനിർമ്മാണ ഭൂമി മുതലായിരിക്കുന്നതായ ആ തത്വങ്ങളെയൊക്കെ വർണ്ണിച്ച് ദാർശനികമായിരിക്കുന്ന കുറെ ചിന്തകളെ നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരുന്നു. ഒപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അധിവസിക്കുന്ന ഭാരതഭൂമിയുടെ മഹത്വം, ഇതിനെക്കുറിച്ചൊക്കെ അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേൾക്കുന്നത് യുദ്ധമല്ല, യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിലുള്ള ശ്രീമദ് ഭഗവത്ഗീതയാണ്. പക്ഷെ ഈ ഭഗവത്ഗീത ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഭീഷ്മർ 10ാം ദിവസമാണ് മഹാഭാരത യുദ്ധത്തിൽ ശരശയിൽ വീഴുന്നത്. ഭീഷ്മർ വീണതിന് ശേഷമാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് അന്തഃപുരത്തിലിരുന്ന് തന്റെ അരികത്തേക്ക് ഭീഷ്മരുടെ പതന വാർത്ത അറിയിക്കാനെത്തിയ സഞ്ജയനോട് യുദ്ധഭൂമിയിലെ രംഗങ്ങളൊക്കെ വർണ്ണിച്ചു തരാൻ ആവശ്യപ്പെടുന്നത്.
ആ സമയത്ത് ആര് യുദ്ധം തുടങ്ങി, ആദ്യം ആരായുധം പ്രയോഗിച്ചു, എങ്ങനെയൊക്കെയാണ് പടപൊരുതിയത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് കാരണമായിരിക്കുന്ന സന്ദർഭത്തെ സഞ്ജയൻ വർണ്ണിക്കുന്നത്. അവിടെ നിന്ന് ഭഗവത്ഗീത പർവം ആരംഭിക്കുകയാണ്. അപ്പോൾ യുദ്ധം തുടങ്ങി 10ാം ദിവസമാണ് ഭഗവത്ഗീത പർവം എന്ന് പറയുന്നതായ ആ പ്രകരണത്തെ മഹാഭാരതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നടന്നതായ യുദ്ധത്തെയൊക്കെ പിന്നീട് ഭഗവത്ഗീത പർവത്തിന് ശേഷമാണ് വർണ്ണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത പർവത്തിന് ശേഷം ഭീഷ്മവധ പർവം എന്നതായ ഒരു ഉപപർവം നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് 7ാമത്തെ പർവം, ഭീഷ്മർ വീണതിന് ശേഷം സേനാനായകത്വം ഏറ്റെടുത്തത് ദ്രോണരാണ്. അതുകൊണ്ട് ആ ദ്രോണരുടെ യുദ്ധത്തിന്റെ കഥ, ദ്രോണരുടെ പതനത്തിന്റെ കഥ, അത്രയും കാര്യങ്ങൾ ദ്രോണപർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ 7ാമത്തെ പർവമാണ്. പിന്നീട് കർണപർവം, ദ്രോണര് മരിച്ചതിന് ശേഷമാണ് കർണൻ യുദ്ധത്തിന്റെ ആ സൈന്യാധിപ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ആ കർണൻ ചെയ്ത യുദ്ധത്തിന്റെ കഥയാണ് കർണപർവം. കർണപർവത്തിൽ ഒരൊറ്റ ഉപപർവം മാത്രമേ ഉള്ളൂ, കർണവധ പർവം. കർണന് ശേഷം ശല്യർ സൈന്യാധിപ സ്ഥാനം ഏറ്റെടുക്കുന്നു. കൗരവരുടെ സൈന്യാധിപ സ്ഥാനം ഏറ്റെടുത്ത ആളുകളുടെ പേരുകളാണ് ഈ പർവത്തിന് കൊടുത്തിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മഹാഭാരതം ധർമ്മവിജയത്തിന്റെ കഥയാണ്. ആ ധർമ്മവിജയത്തിന്റെ കഥ പറയാൻ വേണ്ടി, ധർമ്മം വിജയിക്കും എന്നതിലൊരു സന്ദേഹവുമില്ല. ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നവർ ആരാണ് എന്നും നമുക്ക് യാതൊരു സന്ദേഹവുമില്ല. പക്ഷെ നമുക്ക് സന്ദേഹമുള്ളത് അധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നവർ ആരാണ് എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ അധർമ്മത്തിന്റെ നായകത്വം ഏറ്റെടുത്തവരായിരിക്കുന്ന ആളുകളുടെ പേരുകളോടുകൂടി അവർ യുദ്ധം ചെയ്ത് ആ ധർമ്മത്തിനു മുമ്പിൽ പരാജയപ്പെട്ട ചരിത്രം വരെ അവരുടെ പേരിലുള്ളതായ പർവത്തിൽ വർണ്ണിച്ചു തരികയാണ് വ്യാസൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ശല്യപർവത്തിൽ ശല്യരുടെ മരണം വരെയുള്ള കഥകൾ പറയുന്നു. പിന്നീട് സൗപ്തിക പർവം, സൗപ്തിക പർവത്തിലെ ഉപപർവമാണ് ഐഷീക പർവം. സൗപ്തിക പർവത്തിൽ പ്രധാനമായും സുപ്ത പദത്തിന് ഉറക്കം എന്നാണ് അർത്ഥം. ഉറങ്ങിക്കിടക്കുന്നവരായിരിക്കുന്ന പാണ്ഡവരുടെ മക്കളെ അശ്വത്ഥാമാവ് ശിരസ്സറുത്ത് വധിച്ച് പിന്നീട് ധൃഷ്ടദ്യുമ്നനെയും വധിച്ചു, ദ്രൗപദിയുടെ സഹോദരനായ ധൃഷ്ടദ്യുമ്നനെയും. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവരെ വധിച്ച അശ്വത്ഥാമാവിന്റെ ആ ഘോരപ്രവൃത്തിയുടെ കഥ പറയുന്ന പർവത്തിന് സൗപ്തിക പർവം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിലെ ഉപപർവമാണ് ഐഷിക പർവം. ഉപപർവത്തിൽ നമ്മൾ കാണുന്നത് അശ്വത്ഥാമാവ് അപാണ്ഡവേയം എന്ന ലക്ഷ്യത്തിലേക്ക് അയച്ച ബ്രഹ്മാസ്ത്രം, അത് ഐഷീകാസ്ത്രം എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഭാഗവതത്തിൽ അത് ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നു. ആ അസ്ത്രം പാണ്ഡവരുടെ വംശത്തെ തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നതായ ചരിത്രമാണ് വർണ്ണിക്കുന്നത്. അശ്വത്ഥാമാവിന്റെ പലായനവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 11ാമത്തെ പർവമാണ് സ്ത്രീപർവം. ഈ സ്ത്രീപർവത്തിൽ ഉപപർവമായി കൊടുത്തിരിക്കുന്നത് ജലപ്രാധാനിക പർവം, വിലാപപർവം, ശ്രാദ്ധപർവം. പേര് പോലെ തന്നെ മരിച്ചവരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ശേഷിച്ചവർ ചെയ്യുന്നതായ ക്രിയകൾ, ശേഷക്രിയകൾ, അതിനെ വർണ്ണിക്കുന്നു. ഒപ്പം ആ മരിച്ചുപോയ ഭർത്താക്കന്മാരെ കുറിച്ചോർത്ത് വിലപിക്കുന്നവരായ സ്ത്രീകളുടെ വിലാപം അവിടെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ യുദ്ധത്തിന്റെ കൊടും ഭീകരത, ആരോട് യുദ്ധം ചെയ്തതായാലും എന്തിനു വേണ്ടിയുള്ളതായാലും യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിന് എന്നും ദുഃഖം മാത്രം കൊടുത്തിട്ടുള്ളതാണ് എന്ന വലിയൊരു ആശയം നമുക്ക് പകർന്നു തരുന്ന പർവമാണ് സ്ത്രീപർവം. അതുകൊണ്ടാണ് വ്യാസൻ അങ്ങനെ ഒരു പേര് തന്നെ അതിന് കൊടുത്തത്. കാരണം ഇവിടെ കരയുന്ന സ്ത്രീകൾ ആരും തന്നെ ഈ യുദ്ധത്തിന് കാരണമായിരിക്കുന്ന അധർമ്മത്തിന് കൂട്ടുനിന്നവരല്ല. അങ്ങനെയുള്ളതായ സ്ത്രീകൾ, എവിടെ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ആ യുദ്ധത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നവർ മുഴുവൻ പുരുഷന്മാരാണ്. പക്ഷെ അതിന്റെ ദുഃഖം മുഴുവൻ ഏറ്റുവാങ്ങുന്നവരോ സ്ത്രീകളാണ്. അതുകൊണ്ട് ആ സ്ത്രീ വിലാപത്തെ തന്നെ വ്യാസൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിഹാസത്തെ വായിച്ച് ഈ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ആ യുദ്ധത്തിന്റെ ഭയാനകതയെ നമ്മളെ ഓർമ്മപ്പെടുത്തി ഒരിക്കലും അത്തരത്തിൽ യുദ്ധത്തിലേക്ക് വഴിവരുത്തുന്നതായ ഒരു അധർമ്മങ്ങളും നമ്മൾ പ്രവർത്തിക്കരുത് എന്ന ആ സന്ദേശം കൂടി നമുക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. പിന്നീട് 12ാമത്തെ പർവം ശാന്തിപർവമാണ്. ശാന്തിപർവത്തിലാണ് യുദ്ധം ഒഴിവാക്കാൻ മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് ശരശയിൽ കിടക്കുന്നതായ ഭീഷ്മര് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ആ ഉപദേശങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ വെച്ചാണ്
വിഷ്ണു സഹസ്രനാമം പോലെയുള്ളതായ ദാർശനിക സ്തോത്രങ്ങളെല്ലാം ഭീഷ്മരുടെ ആ മൊഴികളായി ഉതിർന്നു വീണത് വ്യാസ ഇതിഹാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതായ പർവം, ഏറ്റവും വലിപ്പമേറിയ പർവവും ഈ ശാന്തി പർവം തന്നെയാണ്. അവിടെ രാജധർമാനുശാസനം, ആപദ്ധർമ്മ, മോക്ഷധർമ്മ പർവങ്ങൾ, ഇവയാണ് പർവങ്ങളായി ഉപപർവങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് 13ാമത്തെ പർവം അനുശാസന പർവം. അനുശാസന പർവത്തിൽ ദാനധർമ്മത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. അവിടെയാണ് ക്ഷത്രിയന്മാര്, ഭരണാധികാരികള് എങ്ങനെയാണ് രാജ്യത്തെ സംരക്ഷിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതോ നേരെ ഉപദേശങ്ങൾ മാത്രമായിട്ടല്ല, ഉപദേശങ്ങളെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന ഉപകഥകളോട് കൂടിയിട്ടാണ് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നത്. ഒടുവിൽ ഭീഷ്മർ ആ ശരശിയിൽ കിടന്നുകൊണ്ട് തൻ്റെ പ്രാണനെ ഈശ്വരനിലേക്ക് ചേർത്ത് യാത്രയാകുന്ന രംഗം വരെ വർണ്ണിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലെ 14ാമത്തെ പർവമാണ് ആശ്വമേധിക പർവം. യുദ്ധം കഴിഞ്ഞ് ഭീഷ്മരിൽ നിന്ന് രാജധർമാനുശാസനമെല്ലാം ഉപദേശമായി കേട്ട് ചക്രവർത്തി പദമലങ്കരിച്ച് യുധിഷ്ഠിരൻ നടത്തിയ അശ്വമേധയാഗത്തിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അവിടെയാണ് ഭഗവത്ഗീതയ്ക്ക് ശേഷം ആ ഗീതയുടെ പുനരാഖ്യാനം എന്ന വണ്ണം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് അനുഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. വൈഷ്ണവ പർവം വിഷ്ണുവിൻ്റെ മാഹാത്മ്യത്തെ വ്യക്തമാക്കുന്ന ചരിത്രങ്ങളോടുകൂടി അവിടെ വിശദീകരിക്കുന്നു. 15ാമത്തെ പർവം ആശ്രമവാസ പർവം. അവിടെയാണ് നാരദന്റെ ഉപദേശങ്ങൾ. 3 പർവങ്ങളായിട്ടാണ് ഇതിലെ കഥകൾ. ആശ്രമവാസ പർവം, പുത്രദർശന പർവം, നാരദാഗമന പർവം. മൗസല പർവത്തിൽ യദുവംശം നശിക്കാനിടയായ ശാപത്തിന്റെ കഥ പറയുന്നു. ഉപപർവമായി മൗസല പർവം മാത്രമാണ് അവിടെ വർണ്ണിക്കുന്നത്. 17ാമത്തെ പർവമാണ് മഹാപ്രസ്ഥാനിക പർവം, പാണ്ഡവരുടെ സ്വർഗാരോഹണം. അത്രയും കാലം ദ്വാപരയുഗത്തിന്റെ ധർമ്മം മുഴുവൻ ശ്രീകൃഷ്ണനാൽ പരിരക്ഷിക്കപ്പെട്ടു എങ്കിലും ദ്വാപരയുഗം അവസാനിക്കുന്ന ഘട്ടത്തിൽ, കലിയുഗ ആരംഭത്തിൽ ധർമ്മത്തിന്റെ സ്വരൂപം ഒരു പുഴുത്ത നായയെപ്പോലെയായി. അങ്ങനെ ഒരു ബിംബത്തിലാണ് മഹാഭാരത മഹാപ്രാസ്ഥാനിക പർവം അവസാനിക്കുന്നത്. യുധിഷ്ഠിരനെ പുഴുത്ത ഒരു നായയുടെ രൂപത്തിൽ ധർമ്മം പിന്തുടരുന്ന സ്വർഗാരോഹണ ചരിത്രം. പിന്നീട് 19ാമത്തെ പർവം ഹരിവംശപർവം. 18 പർവങ്ങളാണ് മഹാഭാരതമെന്ന ഇതിഹാസം. അതിൻ്റെ ഒരു അനുബന്ധം എന്ന വണ്ണം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതങ്ങൾ വർണ്ണിച്ചത് പോരാ എന്ന് തോന്നിയ വ്യാസഭഗവാൻ കൃഷ്ണനിൽ ആവേശിതരായിരിക്കുന്ന സഹൃദയർക്ക് വേണ്ടി ആ കൃഷ്ണന്റെ വംശപരമ്പരയുടെ മുഴുവൻ ചരിത്രങ്ങളും മനുഷ്യരൂപത്തിൽ അവതരിച്ച് ഈ ഭൂമിയിൽ ശ്രീകൃഷ്ണനായി എന്തൊക്കെ തരത്തിലുള്ളതായ ധർമ്മപരിപാലന കർമ്മങ്ങളിലൂടെ ഭഗവാൻ കടന്നുപോയി, അതിനെക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ഹരിവംശം. പിന്നീടുള്ള എല്ലാ പുരാണങ്ങളുടെയും കൃഷ്ണകഥകൾക്ക് ബീജമാണ് ഈ ഹരിവംശം എന്ന മഹാഭാരതത്തിൻ്റെ അനുബന്ധമായി വ്യാസൻ പറഞ്ഞ കഥകൾ. ഇതാണ് മഹാഭാരതത്തിൻ്റെ ചുരുക്കം. പർവാനുപർവ സംഗ്രഹമെന്ന മഹാഭാരതത്തിലെ ആദ്യ പർവത്തിലെ ഉപപർവങ്ങളുടെ തുടർച്ചയായി ആദ്യം അനുക്രമണികാ പർവം വിവരിച്ചു. അതിനുശേഷം പർവസംഗ്രഹ പർവം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ലളിതമായി അവതരിപ്പിക്കാൻ പരിശ്രമിച്ചു. ഇനി മഹാഭാരതത്തിലെ കഥാപ്രവേശത്തിന് മുമ്പ് മഹാഭാരത കഥകളെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, അത് ആസ്വദിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ സൂചന തരുന്ന പ്രതീകാത്മകമായ ഉപനിഷത്ത് കഥകളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പർവമാണ് ആദ്യ പർവത്തിലെ 3ാമത്തെ ഉപപർവമായ പൗഷ്യപർവം. പൗഷ്യപർവത്തിന് ശേഷം പൗലോമപർവം. ഇങ്ങനെ നമ്മൾ മഹാഭാരത കഥകളിലൂടെ യാത്ര തുടരുകയാണ്. എല്ലാവരും ഈ മഹാഭാരത കഥകൾ കേട്ട് ഉള്ളിലുണ്ടാകുന്നതായ ആ ആസ്വാദന അനുഭവങ്ങളെ എനിക്ക് സന്ദേശമായി അയക്കും എന്ന പ്രതീക്ഷയോടെ നമസ്കാരം.
എന്നക്ഷരമരുളുന്നു ജ്ഞാനത്തിൻ മഹിതാകാശം രായെന്നക്ഷരമരുളുന്നു വീര്യമുണർത്തും ചരിതങ്ങൾ തായെന്നക്ഷരമരുളുന്നു താത്വിക ദർശന മന്ത്രങ്ങൾ ഭാരതമങ്ങനെ നിറയുന്നു വിശ്വം മുഴുവനും ഏകതയായി മഹാഭാരതം 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 അമൃതം സംസ്കൃതം